ഗാന്ധി PSC അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നെടുക്കാൻ വന്ന ടോപ്പിക്ക് നമ്മളുടെ IMFും വേൾഡ് ബാങ്ക് എന്നുള്ള ടോപ്പിക്കാണ്. നമ്മളുടെ UN-നകത്ത് വരുന്നൊരു ടോപ്പിക്കാണ്. IMFും വേൾഡ് ബാങ്ക് എന്നൊരു ടോപ്പിക്കാണ്. നമുക്കപ്പോൾ IMFും വേൾഡ് ബാങ്കിൻ്റെയും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയായിരിക്കും. അങ്ങനെ ഹെഡ് ക്വാർട്ടറും ബാക്കി ഡീറ്റെയിൽസൊക്കെ അറിയായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പഠിക്കണം. കാരണം അതിൻ്റെ തുടക്കം മുതൽ ഇങ്ങോട്ടുള്ള എന്താണ് പ്രവർത്തനം, IMFിൻ്റെ പ്രവർത്തനം എന്താണ്, വേൾഡ് ബാങ്കിൻ്റെ പ്രവർത്തനം എന്താണ്, അപ്പോൾ ഇതിനകത്തുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഒന്ന് പഠിച്ചു പോകാം. ഓക്കെ. അപ്പോൾ ശ്രദ്ധിച്ചോളൂ ഈ വേൾഡ് ബാങ്കിൻ്റെയും IMFിൻ്റെ. അപ്പോൾ നമുക്ക് അതിൻ്റെ രൂപീകരണം മുതലുള്ള ഫുൾ ഡീറ്റെയിൽസാണ് ഞാൻ പറയുമ്പോൾ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ IMFും വേൾഡ് ബാങ്കും രൂപീകരണത്തിന് കാരണമായ മീറ്റ് അല്ലെങ്കിൽ ഉടമ്പടി എന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ വുഡ്സ് ആണ്. അപ്പോൾ IMFിൻ്റെയും വേൾഡ് ബാങ്കിൻ്റെയും രൂപീകരണത്തിന് കാരണമായ മീറ്റ് അല്ലെങ്കിൽ ഉടമ്പടി എന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ വുഡ്സ് ആണ്. ബ്രിട്ടൻ വുഡ്സ് ഉടമ്പടി. ഈ ബ്രിട്ടൻ വുഡ്സ് മീറ്റ് നടന്നത് 1944 ജൂലൈ 1 മുതൽ 22 വരെയാണ്. അപ്പോൾ IMFിൻ്റെയും വേൾഡ് ബാങ്കിൻ്റെയും രൂപീകരണത്തിന് കാരണമായ മീറ്റ് അല്ലെങ്കിൽ ഉടമ്പടി എന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ വുഡ്സ് മീറ്റ്. ഈ ബ്രിട്ടൻ വുഡ്സ് മീറ്റ് നടന്നത് 1944 ജൂലൈ 1 മുതൽ 22 വരെയാണ്. ഇനി ഈ ബ്രിട്ടൻ വുഡ്സ് മീറ്റിൻ്റെ മറ്റൊരു പേര് മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ കോൺഫറൻസ് എന്ന് പറയും. അപ്പോൾ IMFും വേൾഡ് ബാങ്കും രൂപം കൊള്ളാൻ കാരണമായ മീറ്റ് ബ്രിട്ടൻ വുഡ്സ് മീറ്റ്. ബ്രിട്ടൻ വുഡ്സ് മീറ്റിൻ്റെ മറ്റൊരു പേര് മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ കോൺഫറൻസ് എന്ന് പറയും. മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ കോൺഫറൻസ് എന്ന് പറയും. ബ്രിട്ടൻ വുഡ്സ് മീറ്റ് നടന്ന ബ്രിട്ടൻ വുഡ്സ് എന്ന സ്ഥലം എവിടെയാണ്? അത് ന്യൂ ഹാംഷെയർ അമേരിക്കയിലാണ്. അപ്പോൾ IMFിൻ്റെയും വേൾഡ് ബാങ്കിൻ്റെയും രൂപീകരണത്തിന് കാരണമായ മീറ്റ് അല്ലെങ്കിൽ ഉടമ്പടി ബ്രിട്ടൻ വുഡ്സ് മീറ്റ്. ബ്രിട്ടൻ വുഡ്സ് മീറ്റ് 1944 ജൂലൈ 1 മുതൽ 22 വരെ, ജൂലൈ 1 മുതൽ 22 വരെ. ബ്രിട്ടൻ വുഡ്സ് മീറ്റിൻ്റെ മറ്റൊരു പേര് മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ കോൺഫറൻസ്. മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ കോൺഫറൻസ്. ബ്രിട്ടൻ വുഡ്സ് മീറ്റ് നടന്ന ബ്രിട്ടൻ വുഡ്സ് എന്ന സ്ഥലം എവിടെയാണ്? അത് ന്യൂ ഹാംഷെയർ അമേരിക്കയിലാണ്. അപ്പോൾ ന്യൂ ഹാംഷെയർ അമേരിക്കയിലാണ് ബ്രിട്ടൻ വുഡ്സ് മീറ്റ്. ബ്രിട്ടൻ വുഡ്സ് മീറ്റിലൂടെ രൂപം കൊണ്ട സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? IMF ആൻഡ് വേൾഡ് ബാങ്കാണ്. അപ്പോൾ IMFും വേൾഡ് ബാങ്ക് രൂപം കൊണ്ടത് ഏത് ഉടമ്പടിയിലൂടെ അല്ലെങ്കിൽ ഏത് മീറ്റിലൂടെയാണ്? ബ്രിട്ടൻ വുഡ്സ് മീറ്റ്. അപ്പോൾ ബ്രിട്ടൻ വുഡ്സ് മീറ്റ് 1944 ജൂലൈ 1 മുതൽ 22 വരെ, ജൂലൈ 1 22. ബ്രിട്ടൻ വുഡ്സ് മീറ്റിൻ്റെ മറ്റൊരു പേര് മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ കോൺഫറൻസ്. ബ്രിട്ടൻ വുഡ്സ് മീറ്റിൻ്റെ മറ്റൊരു പേര് മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ കോൺഫറൻസ്. ഈ ബ്രിട്ടൻ വുഡ്സ് മീറ്റ് നടന്ന ബ്രിട്ടൻ വുഡ്സ് എന്ന സ്ഥലം എവിടെയാണ്? അത് ന്യൂ ഹാംഷെയർ അമേരിക്കയിലാണ്. ബ്രിട്ടൻ വുഡ്സ് എന്ന സ്ഥലം എവിടെയാണ്? ന്യൂ ഹാംഷെയർ അമേരിക്ക. ബ്രിട്ടൻ വുഡ്സ് ഇരട്ടകൾ അല്ലെങ്കിൽ ട്വിൻസ് അല്ലെങ്കിൽ സഹോദരിമാർ എന്നറിയപ്പെടുന്നത് IMFും വേൾഡ് ബാങ്കുമാണ്. അപ്പോൾ IMFും വേൾഡ് ബാങ്കും രൂപം കൊള്ളാൻ കാരണമായ മീറ്റ് ബ്രിട്ടൻ വുഡ്സ് മീറ്റ്. ബ്രിട്ടൻ വുഡ്സ് മീറ്റിൻ്റെ മറ്റൊരു പേര് മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ കോൺഫറൻസ്. മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ കോൺഫറൻസ്. ബ്രിട്ടൻ വുഡ്സ് മീറ്റ് നടന്ന ബ്രിട്ടൻ വുഡ്സ് എന്ന സ്ഥലം എവിടെയാണ്? ന്യൂ ഹാംഷെയർ അമേരിക്ക. ബ്രിട്ടൻ വുഡ്സ് ഇരട്ടകൾ അല്ലെങ്കിൽ ട്വിൻസ് അല്ലെങ്കിൽ സഹോദരിമാർ എന്നറിയപ്പെടുന്നത് IMF ആൻഡ് വേൾഡ് ബാങ്കാണ്. ഇനി ബ്രിട്ടൻ വുഡ്സ് മീറ്റിൽ പങ്കെടുത്ത ബ്രിട്ടീഷ് സാമ്പത്തിക വിദഗ്ധൻ എന്നറിയപ്പെടുന്നത് JM കെയ്ൻസ് ആണ്. ഓർമ്മിക്കണം, JM കെയ്ൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ് എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് JM കെയ്ൻസ്. അപ്പോൾ ബ്രിട്ടൻ വുഡ്സ് മീറ്റിൽ ഓർമ്മയുണ്ട്, ബ്രിട്ടൻ വുഡ്സ് മീറ്റിൽ പങ്കെടുത്ത ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് അല്ലെങ്കിൽ സാമ്പത്തിക വിദഗ്ധൻ എന്നറിയപ്പെടുന്നത് JM കെയ്ൻസ്. IMFിൻ്റെയും വേൾഡ് ബാങ്കിൻ്റെയും പിതാക്കന്മാർ എന്നറിയപ്പെടുന്നത് JM കെയ്ൻസ് ആൻഡ് ഹാരി സെക്സ്റ്റർ വൈറ്റുമാണ്. അപ്പോൾ IMFും വേൾഡ് ബാങ്കും രൂപം കൊള്ളാൻ കാരണമായ മീറ്റ് ബ്രിട്ടൻ വുഡ്സ് മീറ്റ്. ബ്രിട്ടൻ വുഡ്സ് മീറ്റ് 1944 ജൂലൈ 1 മുതൽ 22 വരെ. ബ്രിട്ടൻ വുഡ്സ് മീറ്റിൻ്റെ മറ്റൊരു പേര് മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ കോൺഫറൻസ്. മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ കോൺഫറൻസ്. ബ്രിട്ടൻ വുഡ്സ് മീറ്റ് നടന്ന ബ്രിട്ടൻ വുഡ് എന്ന സ്ഥലം എവിടെയാണ്? ന്യൂ ഹാംഷെയർ അമേരിക്ക. ഓർമ്മിക്കണം, ന്യൂ ഹാംഷെയർ അമേരിക്ക. ബ്രിട്ടൻ വുഡ്സ് ഇരട്ടകൾ അല്ലെങ്കിൽ ട്വിൻസ് അല്ലെങ്കിൽ സഹോദരിമാർ എന്നറിയപ്പെടുന്നത് IMF ആൻഡ് വേൾഡ് ബാങ്ക്. ഇനി ബ്രിട്ടൻ വുഡ്സ് മീറ്റിൽ ബ്രിട്ടൻ വുഡ്സ് മീറ്റിലൂടെ രൂപം കൊണ്ട സ്ഥാപനങ്ങൾ എടുത്തെടുത്ത് ഓർമ്മിച്ച് വെച്ചാണ് IMF ആൻഡ് വേൾഡ് ബാങ്ക്. ബ്രിട്ടൻ വുഡ്സ് മീറ്റിൽ ബ്രിട്ടനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത സാമ്പത്തിക വിദഗ്ധൻ എന്നറിയപ്പെടുന്നത് JM കെയ്ൻസ്. IMFിൻ്റെയും വേൾഡ് ബാങ്കിൻ്റെയും പിതാക്കന്മാർ എന്നറിയപ്പെടുന്നത് JM കെയ്ൻസും ഹാരി സെക്സ്റ്റർ വൈറ്റുമാണ്. JM കെയ്ൻസ് ആൻഡ് ഹാരി സെക്സ്റ്റർ വൈറ്റ്. വേൾഡ് ബാങ്കിൻ്റെ രൂപീകരണ ചർച്ച നമുക്കറിയാം 44 ബ്രിട്ടൻ വുഡ്സ് മീറ്റാണ്. അപ്പോൾ വേൾഡ് ബാങ്കിൻ്റെ രൂപീകരണ ചർച്ചകളിൽ ഇന്ത്യ ഉൾപ്പെടെ എത്ര രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തു? 44. അപ്പോൾ അതിനും 1944 ഉണ്ട്, അല്ലാതെ ഒരു 44 ഓർമ്മിക്കുക. അപ്പോൾ അതൊരു കോഡ് പോലെ ഓർമ്മിച്ച് വെച്ചിരിക്കുക. അപ്പോൾ 1944 വേൾഡ് ബാങ്ക് രൂപീകരണ ചർച്ചകളിൽ ഇന്ത്യ ഉൾപ്പെടെ എത്ര രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തു? 44. ഇനി ബ്രിട്ടൻ വുഡ്സ് മീറ്റ് പങ്കെടുത്ത ഭാരതീയർ ആരൊക്കെയാണ്? RK ഷൺമുഖം ചെട്ടി, CD ദേശ്മുഖ് ആൻഡ് BK മദൻ എന്ന് പറയും. ഓർമ്മിക്കണം,
BK മദൻ. അപ്പോൾ ബ്രിട്ടൻ വുഡ്സ് മീറ്റിൽ പങ്കെടുത്ത ഓർമ്മിക്കണം, ബ്രിട്ടൻ വുഡ്സ് മീറ്റിൽ പങ്കെടുത്ത ബ്രിട്ടീഷ് സാമ്പത്തിക വിദഗ്ധൻ എന്നറിയപ്പെടുന്നത് JM കെയ്ൻസ്. IMFിൻ്റെയും വേൾഡ് ബാങ്കിൻ്റെയും പിതാക്കന്മാർ എന്നറിയപ്പെടുന്നത് JM കെയ്ൻസ് ആൻഡ് ഹാരി സെക്സ്റ്റർ വൈറ്റ്. JM കെയ്ൻസ് ആൻഡ് ഹാരി സെക്സ്റ്റർ വൈറ്റ്. ഇനി നമ്മളുടെ ബ്രിട്ടൻ വുഡ്സ് ഓർമ്മിക്കണം, വേൾഡ് ബാങ്കിൻ്റെ രൂപീകരണ ചർച്ചകളിൽ ഇന്ത്യ ഉൾപ്പെടെ എത്ര രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തു? 44. അതിൽ പങ്കെടുത്ത ഭാരതീയർ എന്നറിയപ്പെടുന്നത് RK ഷൺമുഖം ചെട്ടി, CD ദേശ്മുഖ് ആൻഡ് BK മദൻ എന്ന് പറയുന്ന 3 പേരാണ്. ഇനി വേൾഡ് ബാങ്ക് രൂപം കൊണ്ടത് നമുക്കറിയാം, ബ്രിട്ടൻ വുഡ്സ് മീറ്റ് 1944 ജൂലൈ 1, 22 വരെയാണ്. വേൾഡ് ബാങ്ക് രൂപം കൊണ്ടത് 1945 ഡിസംബർ 27-നാണ്. വേൾഡ് ബാങ്ക് രൂപം കൊണ്ടത് 1945 ഡിസംബർ 27. വേൾഡ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് 1946 ജൂൺ 25-നാണ്. അപ്പോൾ ഈ 3 വർഷവും വേൾഡ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ IMFും വേൾഡ് ബാങ്ക് രൂപം കൊള്ളാൻ കാരണമായ മീറ്റ് ബ്രിട്ടൻ വുഡ്സ് മീറ്റ്. ബ്രിട്ടൻ വുഡ്സ് മീറ്റ് 44 ജൂലൈ 1, 22. വേൾഡ് ബാങ്ക് വേൾഡ് ബാങ്ക് രൂപം കൊണ്ടത് 1945 ഡിസംബർ 27. വേൾഡ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് 1946 ജൂൺ 25. വേൾഡ് ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത ആദ്യ രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. ഒരിക്കൽ കൂടി, അപ്പോൾ IMFും വേൾഡ് ബാങ്കും രൂപം കൊള്ളാൻ കാരണമായ മീറ്റ് അല്ലെങ്കിൽ ഉടമ്പടി എന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ വുഡ്സ് മീറ്റ്. ബ്രിട്ടൻ വുഡ്സ് മീറ്റ് നടന്ന ബ്രിട്ടൻ വുഡ്സ് മീറ്റ് 1944 ജൂലൈ 1, 22. ബ്രിട്ടൻ വുഡ്സ് മീറ്റിൻ്റെ മറ്റൊരു പേര് മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ കോൺഫറൻസ്. മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ കോൺഫറൻസ്. ബ്രിട്ടൻ വുഡ്സ് മീറ്റ് നടന്ന ബ്രിട്ടൻ വുഡ് എന്ന സ്ഥലം എവിടെയാണ്? ന്യൂ ഹാംഷർ, അമേരിക്ക. ബ്രിട്ടൻ വുഡ്സ് എന്ന സ്ഥലം എവിടെയാണ്? അത് ന്യൂ ഹാംഷർ, അമേരിക്ക. ബ്രിട്ടൻ വുഡ്സ് ഇരട്ടകൾ അല്ലെങ്കിൽ ട്വിൻസ് അല്ലെങ്കിൽ സഹോദരിമാർ എന്നറിയപ്പെടുന്നത് IMFും വേൾഡ് ബാങ്കും. IMFും വേൾഡ് ബാങ്കും. ബ്രിട്ടൻ വുഡ്സ് മീറ്റിൽ ഓർമ്മിക്കുന്നത് ബ്രിട്ടൻ വുഡ്സ് ഇരട്ട അല്ലെങ്കിൽ ട്വിൻസ് അല്ലെങ്കിൽ സഹോദരിമാർ എന്നറിയപ്പെടുന്നത് IMFും വേൾഡ് ബാങ്കും. ബ്രിട്ടൻ വുഡ്സ് മീറ്റിൽ പങ്കെടുത്ത ബ്രിട്ടീഷ് സാമ്പത്തിക വിദഗ്ധൻ JM കെയ്ൻസ്. IMFിൻ്റെയും വേൾഡ് ബാങ്കിൻ്റെയും പിതാക്കന്മാർ എന്നറിയപ്പെടുന്നത് JM കെയ്ൻസ് ആൻഡ് ഹാരി സെക്സ്റ്റർ വൈറ്റ്. JM കെയ്ൻസ് ആൻഡ് ഹാരി സെക്സ്റ്റർ വൈറ്റ്. വേൾഡ് ബാങ്കിൻ്റെ രൂപീകരണ ചർച്ചകളിൽ പങ്കെടുത്തവർ വേൾഡ് ബാങ്കിൻ്റെ രൂപീകരണ ചർച്ചകളിൽ ഇന്ത്യ ഉൾപ്പെടെ എത്ര രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തു? 44 രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് RK ഷൺമുഖം ചെട്ടി, CD ദേശ്മുഖ് ആൻഡ് BK മദൻ. ഇനി ബ്രിട്ടൻ വുഡ്സ് മീറ്റിൽ ഓർമ്മിക്കുന്നത്, ബ്രിട്ടൻ വുഡ്സ് മീറ്റിൻ്റെ ഭാഗമായിട്ട് വേൾഡ് ബാങ്ക് നിലവിൽ വന്നത് 1945 ഡിസംബർ 27. വേൾഡ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് 1946 ജൂൺ 25. വേൾഡ് ബാങ്കിൽ നിന്ന് ആദ്യമായിട്ട് വായ്പ എടുത്ത രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. വേൾഡ് ബാങ്കിൽ നിന്ന് ആദ്യമായിട്ട് വായ്പ എടുത്ത രാജ്യം ഫ്രാൻസ് ആണ്. ഇനി വേൾഡ് ബാങ്കിന് എത്ര അനുബന്ധ ഘടകങ്ങളുണ്ട്? 5 എണ്ണം ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പരീക്ഷയ്ക്ക് ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ പല ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷകൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്. താഴെ 3 ഘടകം തന്നിട്ട് ഇതിൽ വേൾഡ് ബാങ്കിൻ്റെ ഘടകം അല്ലാത്ത എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. 1 IBRD, സെക്കൻഡ് IDA, തേർഡ് IFC, ഫോർത്ത് മിക, ലാസ്റ്റ് 1 സെറ്റിൽമെൻറ്റ് ഡിസ്പ്യൂട്ട് ഏജൻസി എന്നറിയപ്പെടുന്ന സെറ്റിൽമെൻറ്റ് ഏജൻസിയാണ്. ഇനി നമുക്കിതിനകത്തുള്ള വ്യക്തമായിട്ട് ഇത് പഠിക്കേണ്ടതാണ്. അപ്പോൾ IBRD എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, മലയാളത്തിൽ അന്താരാഷ്ട്ര പുനർനിർമ്മാണ വികസന ബാങ്ക്. അപ്പോൾ IBRDയുടെ എക്സ്പാൻഷൻ പറയുമ്പോൾ വേൾഡ് ബാങ്കിൻ്റെ മുഴുവൻ പേരെന്നായിരിക്കും പരീക്ഷ ലാസ്റ്റ് ഗ്രേഡിന് വരെ കണ്ടിട്ടുള്ള ചോദ്യമാണ്. വേൾഡ് ബാങ്കിൻ്റെ മുഴുവൻ പേര് അന്താരാഷ്ട്ര പുനർനിർമ്മാണ വികസന ബാങ്ക്, ഇംഗ്ലീഷിൽ ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, മലയാളത്തിൽ അന്താരാഷ്ട്ര പുനർനിർമ്മാണ വികസന ബാങ്ക്. സെക്കൻഡ് IDA, ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് ഏജൻസി. തേർഡ് IFC, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. ഫോർത്ത് എന്നറിയപ്പെടുന്നത് മിക ഓർമ്മിക്കണം, മൾട്ടി ലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി ഏജൻസി എന്നറിയപ്പെടുന്ന മികയാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തത് IBRD, ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, മലയാളത്തിൽ അന്താരാഷ്ട്ര പുനർനിർമ്മാണ വികസന ബാങ്ക്. സെക്കൻഡ് IDA, ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് ഏജൻസി. തേർഡ് IFC, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. ഫോർത്ത് മിക, മൾട്ടി ലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി ഏജൻസി. ഓർമ്മിക്കണം, മൾട്ടി ലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി ഏജൻസി. ബഹുകക്ഷി നിക്ഷേപക സുരക്ഷാ ഏജൻസി എന്നറിയപ്പെടുന്ന അവിടെ ബഹുകക്ഷി നിക്ഷേപക സുരക്ഷാ ഏജൻസി എന്നറിയപ്പെടുന്നതാണ് മിക. ലാസ്റ്റ് 1 എന്നറിയപ്പെടുന്ന സെറ്റിൽമെൻറ്റ് ഏജൻസിയാണ് ഇൻ്റർനാഷണൽ ഓർമ്മിക്കണം, ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ സെറ്റിൽമെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസ്പ്യൂട്ട്സ് എന്നറിയപ്പെടുന്നതാണ്. നമുക്ക് ഒറ്റ വാക്കിൽ ചെറുതായിട്ട് പഠിച്ചത് സെറ്റിൽമെൻറ്റ് ഏജൻസിയാണ് 5ാമത്തെ ഘടകം. അപ്പോൾ ഇതിനകത്ത് ഈ 5 ഘടകങ്ങൾ നമ്മൾ പ്രധാനമായിട്ട്
IBRD വേൾഡ് ബാങ്കിൻ്റെ മുഴുവൻ പേര് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, അന്താരാഷ്ട്ര പുനർനിർമ്മാണ വികസന ബാങ്ക്. സെക്കൻഡ് IDA ഇന്റർനാഷണൽ ഡെവലപ്മെൻറ്റ് ഏജൻസി. തേർഡ് IFC ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. ഫോർത്ത് MIGA മൾട്ടി ലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി ഏജൻസി. ഫിഫ്ത്ത് എന്നറിയപ്പെടുന്നത് സെറ്റിൽമെൻറ്റ് ഏജൻസിയാണ്. ഇനി ഇതിനകത്ത് നമ്മൾ MIGA ഓർമ്മിക്കണം. വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള വേൾഡ് ബാങ്കിൻ്റെ ഘടകം ഏതാണ്? ഓർമ്മിക്കണം, വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള വേൾഡ് ബാങ്കിൻ്റെ സംഘടനയിലെ ഘടകം ഏതെന്നറിയപ്പെടുന്നത് MIGA. അതിൽ ലോക ബാങ്കിൻ്റെ ഇൻഷുറൻസ് വിഭാഗം ഏതാണ്? ഇത് രണ്ട് ചോദ്യങ്ങൾ നമ്മൾ MIGA ബേസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ വിദേശ നിക്ഷേപം കണക്കാക്കിക്കൊണ്ട് ആരംഭിച്ച വേൾഡ് ബാങ്കിൻ്റെ ഏജൻസി ഏതാണ്? MIGA. വിദേശ നിക്ഷേപം ലക്ഷ്യമാക്കി ആരംഭിച്ച അല്ലെങ്കിൽ വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ചതാണ് MIGA. അതിൽ വേൾഡ് ബാങ്കിൻ്റെ ഇൻഷുറൻസ് ഏജൻസി ഏതാണ്? അതും MIGA. ഇനി വേൾഡ് ബാങ്കിൻ്റെ ലക്ഷ്യം നമുക്ക് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വേൾഡ് ബാങ്കിൻ്റെ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഓർമ്മിക്കണം, വേൾഡ് ബാങ്കിൻ്റെ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം. വേൾഡ് ബാങ്കിൻ്റെ ആപ്തവാക്യം ദാരിദ്ര്യമില്ലാത്ത ലോകത്തിനായാണ്. അപ്പോൾ വേൾഡ് ബാങ്കിൻ്റെ ലക്ഷ്യം എന്നറിയപ്പെടുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനവും വേൾഡ് ബാങ്കിൻ്റെ ആപ്തവാക്യം എന്നറിയപ്പെടുന്നത് ദാരിദ്ര്യമില്ലാത്ത ലോകത്തിനായി എന്നാണ്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്തതിൻ്റെ ബാക്കി കണ്ടിന്യൂഷനാണ്, ശ്രദ്ധിച്ചോണം. അപ്പോൾ IMF വേൾഡ് ബാങ്ക് രൂപം കൊള്ളാൻ കാരണമായ മീറ്റ് അല്ലെങ്കിൽ ഉടമ്പടി എന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ വുഡ്സ് മീറ്റ്. ബ്രിട്ടൻ വുഡ്സ് മീറ്റ് 1944 ജൂലൈ 1 മുതൽ 22 വരെ. ബ്രിട്ടൻ വുഡ്സ് മീറ്റിൻ്റെ മറ്റൊരു പേര് മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ കോൺഫറൻസ്. ബ്രിട്ടൻ വുഡ്സ് മീറ്റ് നടന്ന ബ്രിട്ടൻ വുഡ് എന്ന സ്ഥലം എവിടെയാണ്? അത് ന്യൂ ഹാംഷയർ, അമേരിക്ക. ബ്രിട്ടൻ വുഡ്സ് മീറ്റിലൂടെ രൂപം കൊണ്ട സ്ഥാപനങ്ങൾ IMF ആൻഡ് വേൾഡ് ബാങ്ക്. ഇനി ഓർമ്മിക്കേണ്ടത് ബ്രിട്ടൻ വുഡ്സ് ഇരട്ട അല്ലെങ്കിൽ ട്വിൻസ് അല്ലെങ്കിൽ സഹോദരിമാർ എന്നറിയപ്പെടുന്നത് IMF ആൻഡ് വേൾഡ് ബാങ്ക്. ബ്രിട്ടൻ വുഡ്സ് മീറ്റിൽ ബ്രിട്ടനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത സാമ്പത്തിക വിദഗ്ധൻ ജെയിം കെയ്ൻസ്. ഇനി IMFൻ്റെയും വേൾഡ് ബാങ്കിൻ്റെയും പിതാക്കന്മാർ എന്നറിയപ്പെടുന്നത് ജെയിം കെയ്ൻസ് ആൻഡ് ഹാരി സെക്സ്റ്റർ വൈറ്റ്. വേൾഡ് ബാങ്കിൻ്റെ രൂപീകരണ ചർച്ചകളിൽ ഇന്ത്യ ഉൾപ്പെടെ എത്ര രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തു? 44. വേൾഡ് ബാങ്കിൻ്റെ രൂപീകരണ ചർച്ചകളിൽ ഇന്ത്യ ഉൾപ്പെടെ എത്ര രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തു? 44. ബ്രിട്ടൻ വുഡ്സ് മീറ്റിൽ പങ്കെടുത്ത ഭാരതീയർ ആരൊക്കെയാണ്? ഓർമ്മിക്കണം, ബ്രിട്ടൻ വുഡ്സ് മീറ്റിൽ പങ്കെടുത്ത ഭാരതീയർ RK ഷൺമുഖം ചെട്ടി, CD ദേശ്മുഖ് ആൻഡ് BK മദൻ. വേൾഡ് ബാങ്ക് രൂപം കൊണ്ടത് 1945 ഡിസംബർ 27. വേൾഡ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് 1946 ജൂൺ 25. അപ്പോൾ വേൾഡ് ബാങ്ക് രൂപം കൊണ്ടത് 1945 ഡിസംബർ 27. വേൾഡ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് 1946 ജൂൺ 25. ഓർമ്മിക്കണം, ജൂൺ 20. ഡേറ്റ് ഒരിക്കലും മാറരുത്, ജൂൺ 25. വേൾഡ് ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത ആദ്യ രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. വേൾഡ് ബാങ്കിൽ നിന്ന് ആദ്യമായിട്ട് വായ്പ എടുത്ത രാജ്യം ഫ്രാൻസ്. വേൾഡ് ബാങ്കിന് എത്ര അനുബന്ധ ഘടകങ്ങളുണ്ട്? 5. ഒന്ന് IBRD ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, മലയാളം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, അന്താരാഷ്ട്ര പുനർനിർമ്മാണ വികസന ബാങ്ക്. സെക്കൻഡ് IDA ഇന്റർനാഷണൽ ഡെവലപ്മെൻറ്റ് ഏജൻസി. തേർഡ് IFC ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. ഫോർത്ത് MIGA മൾട്ടി ലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി ഏജൻസി. ലാസ്റ്റ് വൺ സെറ്റിൽമെൻറ്റ് ഏജൻസി. ഇതിനകത്ത് വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാനും ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട വേൾഡ് ബാങ്കിൻ്റെ ഘടകം ഏതാണ്? അത് MIGA. ഓർമ്മിക്കണം, MIGA. വേൾഡ് ബാങ്കിൻ്റെ ആപ്തവാക്യം വേൾഡ് ബാങ്കിൻ്റെ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനവും അതിൻ്റെ ആപ്തവാക്യം എന്നറിയപ്പെടുന്നത് ദാരിദ്ര്യമില്ലാത്ത ലോകത്തിനായാണ്. ഇനി വേൾഡ് ബാങ്ക് എല്ലാ വർഷവും ഒരു റിപ്പോർട്ട് പുറപ്പെടുവിക്കുകയാണ്. പരീക്ഷയുടെ സ്ഥിരം ചോദ്യമാണ്. ലോക വികസന റിപ്പോർട്ട് തയ്യാറാക്കുന്ന ആരാണ്? വേൾഡ് ബാങ്കാണ്. ലോക വികസന റിപ്പോർട്ട് തയ്യാറാക്കുന്ന ആരാണ്? വേൾഡ് ബാങ്ക്. ഇനി തേർഡ് വിൻഡോ അല്ലെങ്കിൽ മൂന്നാം ജനൽ എന്നറിയപ്പെടുന്ന സ്ഥാപനം ഏതാണ്? വേൾഡ് ബാങ്കാണ്. അപ്പോൾ ലോക വികസന റിപ്പോർട്ട് തയ്യാറാക്കുന്നത് വേൾഡ് ബാങ്ക്. ഇനി തേർഡ് വിൻഡോ അല്ലെങ്കിൽ മൂന്നാം ജനൽ എന്നറിയപ്പെടുന്ന സ്ഥാപനം ഏതാണ്? വേൾഡ് ബാങ്കാണ്. അപ്പോൾ വേൾഡ് ബാങ്കിൻ്റെ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഇതിൻ്റെ ആപ്തവാക്യം ദാരിദ്ര്യമില്ലാത്ത ലോകത്തിനെ. ഇനി ലോക വികസന റിപ്പോർട്ട് തയ്യാറാക്കുന്ന ആരാണ്? വേൾഡ് ബാങ്ക്. ഇനി എല്ലാ വർഷവും പുറപ്പെടുവിക്കുന്ന റിപ്പോർട്ടാണ് ലോക വികസന റിപ്പോർട്ട്. തേർഡ് വിൻഡോ അല്ലെങ്കിൽ മൂന്നാം ജനൽ എന്നറിയപ്പെടുന്ന സ്ഥാപനം ഏതാണ്? വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്കിന് ഏറ്റവും അധികം വോട്ടിംഗ് പവറുള്ള രാജ്യങ്ങൾ 2 പ്രബല രാജ്യങ്ങളാണ്, അമേരിക്ക ആൻഡ് ജപ്പാനാണ്. അപ്പോൾ വേൾഡ് ബാങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് പവറുള്ള രാജ്യങ്ങൾ അമേരിക്ക ആൻഡ് ജപ്പാൻ. വേൾഡ് ബാങ്ക് പ്രസിഡന്റ് എപ്പോഴും ഏത് വംശജനായിരിക്കണം? അമേരിക്കൻ വംശജനാണ്. വേൾഡ് ബാങ്ക് പ്രസിഡന്റ് എപ്പോഴും അമേരിക്കൻ വംശജനായിരിക്കും. വേൾഡ് ബാങ്ക് പ്രസിഡന്റിനെ നോമിനേറ്റ് ചെയ്യുന്നതാണ് അമേരിക്കൻ പ്രസിഡന്റാണ്. അത്രയ്ക്ക് പവറുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റ്. അപ്പോൾ ലോക വികസന റിപ്പോർട്ട് തയ്യാറാക്കുന്ന ആരാണ്? വേൾഡ് ബാങ്ക്. തേർഡ് വിൻഡോ അല്ലെങ്കിൽ മൂന്നാം ജനൽ എന്നറിയപ്പെടുന്ന സ്ഥാപനം വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്കിന് ഏറ്റവും അധികം വോട്ടിംഗ് പവറുള്ള രാജ്യങ്ങൾ അമേരിക്ക ആൻഡ് ജപ്പാൻ. വേൾഡ് ബാങ്കിൽ ഏറ്റവും അധികം
വോട്ടിംഗ് പവറുള്ള രാജ്യങ്ങൾ അമേരിക്ക ആൻഡ് ജപ്പാൻ. വേൾഡ് ബാങ്ക് പ്രസിഡന്റ് എപ്പോഴും അമേരിക്കൻ വംശജനായിരിക്കും. വേൾഡ് ബാങ്ക് പ്രസിഡന്റിനെ നോമിനേറ്റ് ചെയ്യുന്നവരാണ് അമേരിക്കൻ പ്രസിഡന്റ്. വേൾഡ് ബാങ്കിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? യൂജിൻ മേയർ ആണ്. വേൾഡ് ബാങ്കിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? യൂജിൻ മേയർ. വേൾഡ് ബാങ്കിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? യൂജിൻ മേയർ. ലോകത്തിലെ ഓർമ്മിക്കണം, വേൾഡ് ബാങ്കിൻ്റെയും IMFിൻ്റെയും നമ്മളിനി എന്താണ് കമ്പാരിസണാണ് അടുത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ലോകത്തിലെ ദരിദ്ര രാഷ്ട്രങ്ങൾക്കും വികസ്വര രാഷ്ട്രങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകാൻ വേണ്ടി ആരംഭിച്ച സ്ഥാപനം ഏതാണ്? അത് വേൾഡ് ബാങ്കാണ്. അപ്പോൾ ഓർമ്മിക്കണം, ലോകത്തിലെ ദരിദ്ര രാഷ്ട്രങ്ങൾക്കും വികസ്വര രാഷ്ട്രങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ വേണ്ടി ആരംഭിച്ച സ്ഥാപനം ഏതാണ്? അത് വേൾഡ് ബാങ്കാണ്. അപ്പോൾ ആ സൈഡ് ഒരിക്കൽ കൂടി ലോക വികസന റിപ്പോർട്ട് തയ്യാറാക്കുന്ന ആരാണ്? വേൾഡ് ബാങ്ക്. തേർഡ് വിൻഡോ അല്ലെങ്കിൽ മൂന്നാം ജനൽ എന്നറിയപ്പെടുന്ന സ്ഥാപനം ഏതാണ്? വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്കിന് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് പവറുള്ള രാജ്യങ്ങൾ അമേരിക്ക ആൻഡ് ജപ്പാൻ. വേൾഡ് ബാങ്കിൽ ഏറ്റവും അധികം വോട്ടിംഗ് പവറുള്ള രാജ്യങ്ങൾ അമേരിക്ക ആൻഡ് ജപ്പാൻ. വേൾഡ് ബാങ്ക് പ്രസിഡന്റിനെ നോമിനേറ്റ് ചെയ്യുന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ്. വേൾഡ് ബാങ്ക് പ്രസിഡന്റിനെ നോമിനേറ്റ് ചെയ്യുന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ്. വേൾഡ് ബാങ്ക് പ്രസിഡന്റ് എപ്പോഴും അമേരിക്കൻ വംശജനായിരിക്കും. ഇനി വേൾഡ് ബാങ്കിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? യൂജിൻ മേയർ ആണ്. യൂജിൻ മേയർ. ഇനി ലോകത്തിലെ ദരിദ്ര രാഷ്ട്രങ്ങൾക്കും വികസ്വര രാഷ്ട്രങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകാൻ വേണ്ടി ആരംഭിച്ച സ്ഥാപനം ഏതാണ്? വേൾഡ് ബാങ്ക്. ലോകത്തിലെ ദരിദ്ര രാഷ്ട്രങ്ങൾക്കും വികസ്വര എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രീസാണ്, ഇന്ത്യയെ പോലത്തെ രാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ വേണ്ടി ആരംഭിച്ച സ്ഥാപനം ഏതാണ്? അത് വേൾഡ് ബാങ്കാണ്. അപ്പോൾ ഇത് വേൾഡ് ബാങ്കിൻ്റെ ഒരുവിധം ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ IMFിലേക്ക് കടന്നതിന് ശേഷം അടുത്ത് നമുക്ക് IMFിൻ്റെ വേൾഡ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷന്മാരൊക്കെ നോക്കി എത്ര അംഗരാജ്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ശ്രദ്ധിച്ചോളാം. അപ്പോൾ IMFും IMFും വേൾഡ് ബാങ്കിൻ്റെയും ഇനി ഓർമ്മിക്കേണ്ടത് നമ്മുടെ നേരത്തെ പറയുക ലോകത്തിലെ ദരിദ്ര രാഷ്ട്രങ്ങൾക്കും വികസ്വര രാഷ്ട്രങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകാൻ വേണ്ടി ആരംഭിച്ച ഇതാണ് വേൾഡ് ബാങ്ക് എന്ന് പറയും. ഇനി ഇതിനകത്ത് ഒരു കാര്യം ഓർമ്മിക്കണം, വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടുകൂടി ആരംഭിച്ച ജലസംഭരണ പദ്ധതിയാണ് ജലനിധിയാണ്. ഇപ്പോൾ വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയാണ് ജലനിധി. ആരുടെ സഹായത്തോടു കൂടിയാണ് ആരംഭിച്ചത്? അത് വേൾഡ് ബാങ്കാണ്. ഇനി IMFിൻ്റെയും വേൾഡ് ബാങ്കിൻ്റെയും ആസ്ഥാനം എവിടെയാണ്? വാഷിംഗ്ടൺ DC ആണ്. അപ്പോൾ രണ്ടുപേരും രൂപം കൊണ്ടത് ബ്രിട്ടൻ വുഡ്സ് മീറ്റിലൂടെ രൂപം കൊണ്ടു. അതുപോലെ ബ്രിട്ടൻ വുഡ്സ് ഇരട്ട അല്ലെങ്കിൽ സഹോദരി അല്ലെങ്കിൽ ട്വിൻസ് എന്നറിയപ്പെട്ടു. IMFിൻ്റെയും വേൾഡ് ബാങ്കിൻ്റെയും ആസ്ഥാനം എവിടെയാണ്? വാഷിംഗ്ടൺ DC ആണ്. ഓർമ്മിക്കണം, IMFിൻ്റെയും വേൾഡ് ബാങ്കിൻ്റെയും ആസ്ഥാനം എവിടെയാണ്? വാഷിംഗ്ടൺ DC. IMFിൻ്റെ രൂപീകരണ ചർച്ചകളിൽ പങ്കെടുത്ത ലോക പ്രശസ്തനായ സാമ്പത്തിക വിദഗ്ധനാരാണ്? ഇർവിൻ ഫിഷറാണ്. അപ്പോൾ IMFിൻ്റെ രൂപീകരണ ചർച്ചകളിൽ പങ്കെടുത്ത ലോക പ്രശസ്തനായ സാമ്പത്തിക വിദഗ്ധനാരാണ്? ഇർവിൻ ഫിഷറാണ്. IMFിൻ്റെ രൂപീകരണ ചർച്ചകളിൽ പങ്കെടുത്ത ലോക പ്രശസ്തനായ സാമ്പത്തിക വിദഗ്ധനാരാണ്? ഇർവിൻ ഫിഷർ. IMF പ്രവർത്തനം ആരംഭിച്ചത് 1947 മാർച്ച് 1-നാണ്. ഇത് നിങ്ങൾക്ക് ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഞങ്ങളുടെ ഫോൺ നമ്പർ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിച്ച് ചോദിക്കണം. കാരണം ഇവിടെ കുറച്ച് ആൾക്കാർക്ക് ഡൗട്ടാണ്, IMF വേൾഡ് ബാങ്ക് ഒരേ ദിവസമാണ് പ്രവർത്തനം ആരംഭിച്ചത് ഡൗട്ടുണ്ട്. ഇനി ആ 4 വർഷം ഒരിക്കലും പറയാം. അപ്പോൾ ബ്രിട്ടൻ വുഡ്സ് മീറ്റ് 44 ജൂലൈ 1, 22. വേൾഡ് ബാങ്ക് നിലവിൽ വന്നത് 1945 ഡിസംബർ 27. പ്രവർത്തനം 46 ജൂൺ 25. IMF പ്രവർത്തനം ആരംഭിച്ചത് 1947 മാർച്ച് 1-നാണ്. IMF പ്രവർത്തനം ആരംഭിച്ചത് 1947 മാർച്ച് 1. IMFിൽ നിന്ന് പുറത്താക്കിയ ആദ്യ രാജ്യം കെനിയയാണ്. IMFിൽ നിന്ന് പുറത്താക്കിയ ആദ്യ രാജ്യം കെനിയ. അപ്പോൾ IMFിൻ്റെ വേൾഡ് ബാങ്കിൻ്റെ ആസ്ഥാനം അറിയാം വാഷിംഗ്ടൺ DC. IMFിൻ്റെ രൂപീകരണ ചർച്ചകളിൽ പങ്കെടുത്ത ലോക പ്രശസ്തനായ സാമ്പത്തിക വിദഗ്ധനാരാണ്? ഇർവിൻ ഫിഷർ. ഇനി IMFിൽ നിന്ന് പുറത്താക്കിയ ആദ്യ രാജ്യം ഏതാണ്? കെനിയയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു വേൾഡ് ബാങ്കിൽ നിന്ന് ആദ്യമായിട്ട് വായ്പ എടുത്ത രാജ്യം ഏതാണ്? ഫ്രാൻസ്. ഇവിടെ IMFിൽ നിന്ന് പുറത്താക്കിയ രാജ്യം ഏതാണ്? കെനിയയാണ്. ഇനി IMFിൻ്റെ ഓർമ്മിക്കണം, IMF പുറത്തിറക്കുന്ന പേപ്പർ കറൻസി അറിയപ്പെടുന്ന പേരാണ് SDR. ഓർമ്മിക്കണം, IMF പുറത്തിറക്കുന്ന പേപ്പർ കറൻസിക്ക് പറയപ്പെടുന്ന പേരാണ് SDR, സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്ന് പറയും. ഇത് പുറത്തിറക്കിയ വർഷം 1969 അപ്പോൾ IMF പുറത്തിറക്കുന്ന പേപ്പർ കറൻസി അറിയപ്പെടുന്ന പേര് SDR, സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്ന് പറയും. ഇത് പുറത്തിറക്കിയ വർഷം 1969. ഇനി വീണ്ടും അന്താരാഷ്ട്ര ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് IMF ആണ്. അവിടെ ഒരു ഡൗട്ട് പറയരുത്. നമ്മൾ നേരത്തെ പറഞ്ഞു ലോകത്തിലെ ദരിദ്ര രാഷ്ട്രങ്ങൾക്കും വികസ്വര രാഷ്ട്രങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകാൻ വേണ്ടി ആരംഭിച്ച സ്ഥാപനമാണ് വേൾഡ് ബാങ്ക്. ഇനി നമ്മളിവിടെ പറയും അന്താരാഷ്ട്ര ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് IMFും. ഇന്ത്യയിൽ IMFിനെ പ്രതിനിധീകരിക്കുന്ന ബാങ്ക് ഏതാണ്? റിസർവ് ബാങ്കാണ്. ഇനി ഇന്ത്യയിലെ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് RBIയുമാണ്. അല്ലാതെ അന്താരാഷ്ട്ര ബാങ്കുകളുടെ ബാങ്ക് എന്നറിയുമ്പോൾ ചാടി വീഴുന്നത് നമ്മൾ ഇത് എഴുതി വെക്കരുത്, ഇന്ത്യ റിസർവ് ബാങ്ക് എഴുതി വെക്കരുത്. അന്താരാഷ്ട്ര ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് IMFും ഇന്ത്യയിലെ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് RBI എന്നറിയപ്പെടുന്ന റിസർവ് ബാങ്കാണ്. ഇനി UN കറൻസി വിനിമയ നിരക്ക് നിർണ്ണയിക്കുന്നവരാണ്? അത് നമ്മളുടെ IMF ആണ്. UNൻ്റെ കറൻസി വിനിമയ നിരക്ക് നിർണ്ണയിക്കുന്നവരാണ്? അത് IMF ആണ്. അപ്പോൾ IMFിൻ്റെ കാര്യങ്ങൾ ഒരിക്കൽ കൂടി IMFിൻ്റെയും വേൾഡ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? വാഷിംഗ്ടൺ DC.
IMFിൻ്റെ രൂപീകരണ ചർച്ചകളിൽ പങ്കെടുത്ത ലോക പ്രശസ്തനായ സാമ്പത്തിക വിദഗ്ധൻ എന്നറിയപ്പെടുന്നത് ഇർവിൻ ഫിഷർ. IMFിൻ്റെ രൂപീകരണ ചർച്ചകളിൽ പങ്കെടുത്ത ലോക പ്രശസ്തനായ സാമ്പത്തിക വിദഗ്ധൻ ഇർവിൻ ഫിഷർ. IMF പ്രവർത്തനം ആരംഭിച്ചത് 47 മാർച്ച് 1. IMF പ്രവർത്തനം ആരംഭിച്ചത് 47 മാർച്ച് 1. IMFിൽ നിന്ന് പുറത്താക്കിയ ആദ്യ രാജ്യം ഏതാണ്? കെനിയ. ഇനി ഇതിനകത്ത് ഓർമ്മ IMFിൻ്റെ ഓർമ്മിക്കണം, IMF പുറത്തിറക്കുന്ന പേപ്പർ കറൻസി അറിയപ്പെടുന്ന പേര് SDR, സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്. ഇത് പുറത്തിറക്കിയ വർഷം 1969. അന്താരാഷ്ട്ര ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് IMFും ഇന്ത്യയിലെ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി IMFിനെ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യൻ ബാങ്ക് അതാണ്, അത് നമ്മുടെ RBI ആണ്. അതുപോലെ ഓർമ്മിക്കേണ്ടത് UN-ന്റെ കറൻസി വിനിമയ നിരക്ക് നിർണ്ണയിക്കുന്നതാണ് IMF ആണ്. ഇനി അപ്പോൾ നമുക്ക് താഴോട്ടൊരുക്കിയിട്ട് നോക്കാം. അപ്പോൾ ലോക വികസന റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ആരാണ്? വേൾഡ് ബാങ്ക്. തേർഡ് വിൻഡോ എന്നറിയപ്പെടുന്ന സ്ഥാപനം വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് പവറുള്ള രാജ്യങ്ങൾ അമേരിക്ക ആൻഡ് ജപ്പാൻ. വേൾഡ് ബാങ്ക് പ്രസിഡന്റ് എപ്പോഴും അമേരിക്കൻ വംശജനായിരിക്കും. വേൾഡ് ബാങ്ക് പ്രസിഡന്റിനെ നോമിനേറ്റ് ചെയ്യുന്ന ആരാണ്? അമേരിക്കൻ പ്രസിഡന്റ്. വേൾഡ് ബാങ്കിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? യൂജിൻ മേയർ. വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടുകൂടി ആരംഭിച്ച ജലസംഭരണ പദ്ധതി ഏതാണ്? ജലനിധി. ലോകത്തിലെ ദരിദ്ര രാഷ്ട്രങ്ങൾക്കും വികസന രാഷ്ട്രങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകാൻ വേണ്ടി ആരംഭിച്ച സ്ഥാപനം ഏതാണ്? അത് നമ്മളുടെ വേൾഡ് ബാങ്ക്. IMFിൻ്റെയും വേൾഡ് ബാങ്കിൻ്റെയും ആസ്ഥാനം എവിടെയാണ്? വാഷിംഗ്ടൺ DC. ഓർമ്മിക്കണം, വാഷിംഗ്ടൺ DC എക്സ്പാൻഷൻ ഓർമ്മിക്കണം, ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയ എന്ന് പറയും, ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയ. IMF പ്രവർത്തനം ആരംഭിച്ചത് 47 മാർച്ച് 1. IMFിൽ നിന്ന് പുറത്താക്കിയ ആദ്യ രാജ്യം ഏതാണ്? കെനിയാണ്. IMFിൽ നിന്ന് പുറത്താക്കിയ ആദ്യ രാജ്യം ഏതാണ്? കെനിയ. IMF പുറത്തിറക്കുന്ന പേപ്പർ കറൻസി അറിയപ്പെടുന്ന പേര് SDR. IMF പുറത്തിറക്കുന്ന പേപ്പർ കറൻസി അറിയപ്പെടുന്ന പേര് SDR. SDR പുറത്തിറക്കിയ വർഷം 1969. സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് പുറത്തിറക്കിയ വർഷം 1969. അന്താരാഷ്ട്ര ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് IMFും ഇന്ത്യയിലെ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. IMFിനെ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യൻ ബാങ്ക് അതാണ് നമ്മളുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി UN-ന്റെ കറൻസി വിനിമയ നിരക്ക് നിർണ്ണയിക്കുന്ന ആരാണ്? അത് IMF ആണ്. ഇനി വീണ്ടും ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്നറിയാം. ഒരു രാജ്യം ഒരു വർഷം ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം ബാക്കി വരുന്നതാണ് BOP എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എല്ലാ നമ്മൾ ഇത് ഉൽപ്പാദനത്തിൻ്റെ എല്ലാത്തിൻ്റെയും പോയിട്ട് ബാലൻസ് എന്ന് പറയും. അതിനാണ് BOP എന്ന് പറയും, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയും. BOP തയ്യാറാക്കുന്നതാണ് IMF. പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് BOP, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്നറിയപ്പെടുന്ന BOP തയ്യാറാക്കുന്നതാണ് IMF. IMFിൻ്റെ അധ്യക്ഷൻ എപ്പോഴും യൂറോപ്പുകാരനായിരിക്കും. ഇവിടെ നമ്മൾ പറയും വേൾഡ് ബാങ്കിൻ്റെ പ്രസിഡന്റ് എപ്പോഴും അമേരിക്കൻ വംശജനായിരിക്കും. അതുപോലെ തന്നെയാണ് IMFിൻ്റെ അധ്യക്ഷൻ എപ്പോഴും യൂറോപ്യൻ വംശജനായിരിക്കും. IMFിൻ്റെ ആദ്യ അധ്യക്ഷൻ്റെ പേര് കാമില്ല ഗുട്ടി എന്ന് പറയും. ഓർമ്മിക്കണം, കാമില്ല ഗുട്ടി. നമ്മളെ വേൾഡ് ബാങ്കിൻ്റെ ആദ്യ പ്രസിഡന്റ് അറിയാം, യൂജിൻ മേയർ എന്ന് പറയും. ഇനി അതുപോലെ IMFിൻ്റെ ആദ്യ അധ്യക്ഷൻ്റെ പേര് കാമില്ല ഗുട്ടി എന്ന് പറയും. ഇനി ഇതിനകത്ത് ഓർമ്മിക്കുന്നത് IMFിൻ്റെ ലക്ഷ്യങ്ങളാണ്. IMFിൻ്റെ ലക്ഷ്യങ്ങൾ അന്താരാഷ്ട്ര വാണിജ്യ വികസനം. ഓർമ്മിക്കണം, അന്താരാഷ്ട്ര വാണിജ്യ വികസനം. സെക്കൻഡ് കറൻസി വിനിമയം. തേർഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സാമ്പത്തിക സഹായം നൽകാൻ വേണ്ടി ആരംഭിക്കുന്നത് വേൾഡ് ബാങ്ക് IMF ആണ്. അപ്പോൾ IMFിൻ്റെ ലക്ഷ്യങ്ങൾ മറക്കരുത്. അന്താരാഷ്ട്ര വാണിജ്യ വികസനം, സെക്കൻഡ് കറൻസി വിനിമയം, തേർഡ് എന്ന് പറയുന്നത് സാമ്പത്തിക സഹായം നൽകാൻ വേണ്ടി ആരംഭിച്ചു. നമ്മൾ നേരത്തെ വേൾഡ് ബാങ്കിൻ്റെ കാര്യം പറഞ്ഞത് അന്താരാഷ്ട്ര തലത്തിൽ ദരിദ്ര രാഷ്ട്രങ്ങൾക്കും വികസ്വര രാഷ്ട്രങ്ങൾക്കും ഡെവലപ്പിംഗ് കൺട്രീസിന് സഹായം നൽകുന്നതാണ് വേൾഡ് ബാങ്ക്. ഇവിടെ നമ്മൾ പറയുന്നത് അന്താരാഷ്ട്ര വാണിജ്യ വികസനം, നമ്മളുടെ കറൻസി വിനിമയം, സാമ്പത്തിക സഹായം നൽകാൻ വേണ്ടി ആരംഭിച്ചത് ആരാണ്? അത് നമ്മളുടെ ഏതാണ് നോർവേക്ക് IMF ആണ്. ഇനി എല്ലാ രാജ്യങ്ങളുടെയും കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നത് IMF ആണ്. നമ്മൾ ഇന്ത്യ കടമെടുത്തിരിക്കുന്നതോടെ ചോദിക്കുമ്പോൾ നമ്മൾ IMF എന്ന് ലോൺ എടുത്ത് നമ്മൾ ന്യൂസൊക്കെ കാണുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ എല്ലാ രാജ്യങ്ങളുടെയും കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നത് IMF ആണ്. ഇതിനകത്ത് നമ്മൾ ഒന്നും ഇന്ത്യയിലെ ബാങ്കുകളുടെ ബാങ്കാണ് RBI. പ്രത്യേകിച്ച് ആ പോയിന്റ് മറന്നു പോകരുത്. എല്ലാ രാജ്യങ്ങളുടെയും കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നത് IMF ആണ്. ഇനി IMFിൻ്റെ എക്സ്പാൻഷൻ ചില ആൾക്കൊരു ഡൗട്ടാണ്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അന്താരാഷ്ട്ര നാണയനിധി അല്ലെങ്കിൽ നാണയനിധി എന്നറിയപ്പെടുന്നതാണ് IMF. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര നാണയനിധിയാണ്. അപ്പോൾ ഓർമ്മിച്ചോണം. അപ്പോൾ എല്ലാ രാജ്യങ്ങളുടെയും കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്ന അതാണ് IMF. IMFിൻ്റെ ആദ്യ വനിതാ അധ്യക്ഷ എന്നറിയപ്പെടുന്ന ക്രിസ്റ്റീന ലഗാർദെ. IMFിൻ്റെ ആദ്യ വനിതാ അധ്യക്ഷ എന്നറിയപ്പെടുന്നത് ക്രിസ്റ്റീന ലഗാർദെ. IMFിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ആരാണ്? ബോർഡ് ഓഫ് ഗവേണേഴ്സ് എന്ന് പറയും. ബോർഡ് ഓഫ് ഗവേണേഴ്സ്. IMFിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് ബോർഡ് ഓഫ് ഗവേണേഴ്സും നമ്മളുടെ വേൾഡ് ബാങ്കിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് ഡയറക്ടർ ബോർഡുമാണ്.
അപ്പോൾ വീണ്ടും മോളിൽ നിന്ന് ഒരിക്കൽ കൂടി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ BOP തയ്യാറാക്കുന്നവരാണ് വേൾഡ് ബാങ്ക് അല്ല, സോറി, BOP തയ്യാറാക്കുന്നവരാണ് IMF. ഒരിക്കലും മറക്കരുത്, IMF ആണ് BOP, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് തയ്യാറാക്കുന്നവരാണ് IMF. IMFിൻ്റെ അധ്യക്ഷൻ എപ്പോഴും യൂറോപ്യൻ വംശജനായിരിക്കും. IMFിൻ്റെ അധ്യക്ഷൻ എപ്പോഴും യൂറോപ്യൻ വംശജനായിരിക്കും. IMFിൻ്റെ ആദ്യ അധ്യക്ഷ പേര് കാമില്ല ഗുട്ടി, ഓർമ്മിക്കണം, കാമില്ല ഗുട്ടി. അത് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇനി IMFിൻ്റെ ലക്ഷ്യങ്ങൾ അന്താരാഷ്ട്ര വാണിജ്യ വികസനം, സെക്കൻഡ് നമ്മളെ കറൻസി വിനിമയം, തേർഡ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സഹായത്തിന് വേണ്ടി ആരംഭിച്ചതാണ് IMF. എല്ലാ രാജ്യങ്ങളുടെയും കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നത് IMF ആണ്. എല്ലാ രാജ്യങ്ങളുടെയും കേന്ദ്ര ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് IMF. IMFിൻ്റെ ആദ്യ വനിതാ അധ്യക്ഷ എന്നറിയപ്പെടുന്നത് ക്രിസ്റ്റീന ലഗാർദെ, ഓർമ്മിക്കണം, ക്രിസ്റ്റീന ലഗാർദെ. IMFിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നവരാണ് ബോർഡ് ഓഫ് ഗവർണേഴ്സ്. IMFിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നവരാണ് ബോർഡ് ഓഫ് ഗവർണേഴ്സും. വേൾഡ് ബാങ്കിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് ഡയറക്ടർ ബോർഡ് എന്ന് പറയും. വേൾഡ് ബാങ്കിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് ഡയറക്ടർ ബോർഡ്. വേൾഡ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡേവിഡ് മൽപാസ്, രാജ്യം അമേരിക്കയാണ്. വേൾഡ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡേവിഡ് മൽപാസ്, രാജ്യം അമേരിക്ക. IMFിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷ ക്രിസ്റ്റലീന ജോർജിവ, ഓർമ്മിക്കുന്നത്, ക്രിസ്റ്റലീന ജോർജിവ, രാജ്യം ബൾഗേറിയയാണ്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു IMFിൻ്റെ ആദ്യ അധ്യക്ഷൻ്റെ പേര് നമ്മളെ കാമില്ല ഗുട്ടി, ആദ്യ വനിതാ അധ്യക്ഷ ക്രിസ്റ്റീന, ഓർമ്മിക്കണം, നമ്മളെ ക്രിസ്റ്റീന ലഗാർദെ. IMFിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷന് ക്രിസ്റ്റലിവ ജോർജിവ, ഓർമ്മിക്കണം, ക്രിസ്റ്റലീന എന്ന് പഠിച്ചാൽ മതി, ക്രിസ്റ്റലീന ജോർജിവ, രാജ്യം ബൾഗേറിയ. ഒരിക്കലും രാജ്യം മറക്കരുത്, ബൾഗേറിയ. വേൾഡ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡേവിഡ് മൽപാസ് ആണ്. അപ്പോൾ വേൾഡ് ബാങ്കിൻ്റെ ആദ്യ പ്രസിഡന്റ് യൂജിൻ മേയർ, ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡേവിഡ് മൽപാസ്, രാജ്യം അമേരിക്ക. വേൾഡ് ബാങ്ക് നമ്മൾ IMFിൻ്റെ ആദ്യ അധ്യക്ഷൻ്റെ പേര് കാമില്ല ഗുട്ടി. IMFിൻ്റെ ആദ്യ വനിത ക്രിസ്റ്റീന ലഗാർദെ. IMFിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ്റെ പേര് ക്രിസ്റ്റലീന ജോർജിവ, രാജ്യം ബൾഗേറിയ. IMFിലെ വേൾഡ് ബാങ്കിലെ ഇപ്പോഴത്തെ അംഗരാജ്യം എത്രയാണ്? 189. 189ാമത്തെ അംഗരാജ്യം ഏതാണ്? നൗറു ആണ്. അപ്പോൾ IMFിലെയും വേൾഡ് ബാങ്കിലെ ഇപ്പോഴത്തെ അംഗസംഖ്യ 189. 189ാമത്തെ അംഗരാജ്യം ഏതാണ്? നൗറു ആണ്. അപ്പോൾ ഒരിക്കൽ കൂടി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് തയ്യാറാക്കുന്നവരാണ് IMF. IMFിൻ്റെ അധ്യക്ഷൻ എപ്പോഴും യൂറോപ്യൻ വംശനായിരിക്കും. ഇനി ആദ്യ അധ്യക്ഷൻ്റെ പേര് കാമില്ല ഗുട്ടി. IMFിൻ്റെ ലക്ഷ്യങ്ങൾ അന്താരാഷ്ട്ര വാണിജ്യ വികസനം, കറൻസി വിനിമയം, സാമ്പത്തിക സഹായം. എല്ലാ രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ആരാണ്? IMF. IMFിൻ്റെ ആദ്യ വനിതാ അധ്യക്ഷ ക്രിസ്റ്റീന ജോർജ്, ഓർമ്മിക്കണം, നമ്മളെ ക്രിസ്റ്റീന ലഗാർദെ, മാറിപ്പോയത്. നമ്മൾ നേരത്തേക്ക് ആദ്യം വനിതാ അധ്യക്ഷ വന്നപ്പോൾ സ്ഥിരം ചോദ്യമായിരുന്നു, ഓർമ്മിക്കണം, ക്രിസ്റ്റീന ലഗാർദെ. IMFിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് ബോർഡ് ഓഫ് ഗവർണേഴ്സും. വേൾഡ് ബാങ്കിൻ്റെ പ്രവർത്തനത്തെ ഡയറക്ടർ ബോർഡും. വേൾഡ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡേവിഡ് മൽപാസ്, രാജ്യം അമേരിക്ക. ഇനി IMFിൻ്റെ ഇപ്പോഴത്തെ ക്രിസ്റ്റലീന ജോർജിവ, രാജ്യം ബൾഗേറിയ. IMFിലെയും വേൾഡ് ബാങ്കിലെ ഇപ്പോഴത്തെ അംഗസംഖ്യ എത്രയാണ്? 189. 189ാമത്തെ അംഗരാജ്യം പസഫിക് ദ്വീപിലൊരു ദ്വീപ് രാഷ്ട്രമായ നൗറു ആണ്. അപ്പോൾ ഇനി നമുക്കിതിനകത്തുള്ള ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞിട്ട് നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ IMFും വേൾഡ് ബാങ്ക് രൂപം കൊള്ളാൻ കാരണമായ മീറ്റ് ബ്രിട്ടൻ വുഡ്സ് മീറ്റ് 44 ജൂലൈ 22. ബ്രിട്ടൻ വുഡ്സ് മീറ്റിലൂടെ രൂപം കൊണ്ട സ്ഥാപനങ്ങൾ IMF, വേൾഡ് ബാങ്ക്. ബ്രിട്ടൻ വുഡ്സ് മീറ്റിൻ്റെ മറ്റൊരു പേര് മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ കോൺഫറൻസ്. തേർഡ് വിൻഡോ അല്ലെങ്കിൽ നമ്മളെ മൂന്നാം ജനറൽ എന്നറിയപ്പെടുന്ന സ്ഥാപനം ഏതാണ്? വേൾഡ് ബാങ്ക്. ബ്രിട്ടൻ വുഡ്സ് ഇരട്ട അല്ലെങ്കിൽ ട്വിൻസ് അല്ലെങ്കിൽ സഹോദരിമാർ എന്നറിയപ്പെടുന്നത് IMFും വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്ക് രൂപം കൊണ്ടത് 45 ഡിസംബർ 27. വേൾഡ് ബാങ്ക് പ്രവർത്തനം 46 ജൂൺ 25. IMF പ്രവർത്തനം ആരംഭിച്ചത് 1947 മാർച്ച് 1. ഇനി IMFിൻ്റെ വേൾഡ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? വാഷിംഗ്ടൺ DC. അന്താരാഷ്ട്ര തലത്തിൽ ദരിദ്ര രാഷ്ട്രങ്ങൾക്കും നമ്മുടെ വികസന രാഷ്ട്രങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകാൻ വേണ്ടി ആരംഭിച്ച സ്ഥാപനം ഏതാണ്? അത് വേൾഡ് ബാങ്ക്. ഇനി അന്താരാഷ്ട്ര ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന IMF. ഇന്ത്യയിൽ IMFിനെ പ്രതിനിധീകരിക്കുന്നത് നമ്മുടെ RBI. ഇനി UN-ന്റെ കറൻസി വിനിമയ നിരക്ക്. BOP, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് തയ്യാറാക്കുന്നത് IMF. ഇനി വേൾഡ് ബാങ്കിന് എത്ര അനുബന്ധ ഘടകങ്ങളുണ്ട്? 5. IBRD, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, മലയാളത്തിൽ അന്താരാഷ്ട്ര പുനർനിർമ്മാണ വികസന ബാങ്ക്. സെക്കൻഡ് ID, ഇന്റർനാഷണൽ ഡെവലപ്മെൻറ്റ് ഏജൻസി. തേർഡ് IFC, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. ഫോർത്ത് നമ്മളുടെ MIGA, മൾട്ടി ലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി ഏജൻസി എന്നറിയപ്പെടുന്ന ബഹുകക്ഷി നിക്ഷേപക സുരക്ഷാ ഏജൻസി. ലാസ്റ്റ് വൺ എന്നറിയപ്പെടുന്ന സെറ്റിൽമെൻറ്റ് ട്രിബ്യൂട്ട്സ് എന്നറിയപ്പെടുന്ന സെറ്റിൽമെൻറ്റ് ഏജൻസി. ഇതിനകത്ത് നമ്മൾ അന്താരാഷ്ട്ര ഓർമ്മിക്കണം, നമ്മളുടെ വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാനും നമ്മുടെ ഇൻഷുറൻസ് മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മുടെ വേൾഡ് ബാങ്കിൻ്റെ ഘടകം ഏതെന്നറിയപ്പെടുന്ന MIGA. ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ആപ്തവാക്യം ദാരിദ്ര്യമില്ലാത്ത ലോകത്തിനെയും. ഇനി വേൾഡ് ബാങ്കിൻ്റെ ആദ്യ പ്രസിഡന്റ് നമ്മൾ യൂജിൻ മേയർ, ഇപ്പോഴത്തെ ഡേവിഡ് മൽപാസ്. IMFിൻ്റെ ആദ്യ അധ്യക്ഷൻ്റെ പേര് കാമില്ല ഗുട്ടി. ആദ്യ വനിതാ അധ്യക്ഷ ക്രിസ്റ്റീന ലഗാർദെ. ഇപ്പോഴത്തെ അധ്യക്ഷൻ്റെ പേര് നമ്മളെ ക്രിസ്റ്റലിവ ജോർജിവ, രാജ്യം ബൾഗേറിയ.
ടോട്ടൽ മെമ്പേഴ്സ് 189. 189 അംഗരാജ്യം ഏതാണ്? നൗറു ആണ്. ഇതാണ് നമുക്ക് ഇതിനകത്ത് ഉള്ള ഡീറ്റെയിൽസ്. ഇതിനപ്പുറത്ത് ചോദ്യങ്ങൾ വളരെ കുറവാണ്. ഇനി വേൾഡ് ബാങ്കിൻ്റെ ഓപ്പറേഷൻ ഇവാലുവേഷൻ ഡയറക്ടറായ ഒരു ഭാരതീയനുണ്ട്, വിനോദ് തോമസ് എന്ന് പറയും. വേണമെങ്കിൽ അതും പറഞ്ഞ് ഓർമ്മിച്ച് വെച്ചിരിക്കാം. വിനോദ് തോമസ് വേൾഡ് ബാങ്കിൻ്റെ ഓപ്പറേഷൻ ഇവാലുവേഷൻ ഡയറക്ടറായ ഭാരതീയൻ്റെ പേരാണ് വിനോദ് തോമസ് എന്ന് പറയും. വേൾഡ് ബാങ്കിൻ്റെ ഓപ്പറേഷൻ ഇവാലുവേഷൻ ഡയറക്ടറായ ഭാരതീയനാണ് വിനോദ് തോമസ് എന്ന് പറയും. ഇനി അതുപോലെ നമ്മൾ IMFലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയുണ്ട്, നമ്മളുടെ ഗീത ഗോപിനാഥ്. അപ്പോൾ IMFലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് ഗീത ഗോപിനാഥ് എന്ന് പറയും. നമ്മൾ ഓർമ്മിക്കണം, ഗീത ഗോപിനാഥ്. ഇനി ഇത് നമ്മൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത് ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. വേൾഡ് ബാങ്കിൻ്റെ ഓപ്പറേഷൻ ഇവാലുവേഷൻ ഡയറക്ടർ ആയത് വിനോദ് തോമസും. IMFലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നമ്മളെ ഗീത അറിയാം, മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നാണ് ഗീത. ഇനി നമ്മളുടെ ഇതിനകത്ത് അന്താരാഷ്ട്ര ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നതും. ഇനി ഇതിനകത്തുള്ള ബാക്കി ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചോണം. കാരണം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന നമുക്ക് ഒരു ഡൗട്ടില്ലാതെ ഇത് കൃത്യമായിട്ട് എഴുതണം, എങ്കിലും നമുക്കിത് പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ആൾക്കാർ കൃത്യമായിട്ട് അവസാനം വരെ വീഡിയോ കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവരും നല്ല സപ്പോർട്ടുമായിട്ട് നമ്മളുടെ വീഡിയോയ്ക്ക് കമൻറ്റ്സ് ഇടാൻ ശ്രമിക്കുക. കാരണം പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കൃത്യമായിട്ട് ഇതിനകത്ത് കമൻറ്റ്സ് കാണുന്ന ആൾക്കാർ എല്ലാവരും കമൻറ്റ്സ് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഓക്കെ, വീണ്ടും കാണാം.